നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റേതായിട്ട് ഒരു വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ട്രേഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂട്യൂബിൽ നിന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത്, വ്യൂ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ലൈവ് ട്രേഡിംഗ് റൂം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിലാണ്. അപ്പം എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം മെസ്സേജുകളുടെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നോട്ട് ചെയ്തതനുസരിച്ചിട്ട് 350 റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ലൈവിൽ ഇപ്പോഴും 7 പേര് മാത്രമേ ഉള്ളൂ. 7 പേര് മാക്സിമം. 5 പേര് കൺസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളോടും എടുക്കാനും വിൽക്കാനും പറയാറില്ല. അവിടുത്തെ സാഹചര്യങ്ങളാണ്, നമ്മൾ ഒരു വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. അത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് അത് ഫ്രീക്വൻ്റ്ലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ ഇത് തന്നെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലോ ഒക്കെ പോയി നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഈ ആഴ്ചത്തെ, അതായത് വെള്ളി, വ്യാഴം, ബുധൻ, ഈ 3 ദിവസത്തെ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അല്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട്. മോർണിംഗ് ട്രേഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഞാനിവിടെ ഐ ബട്ടണിൽ ഒന്നും കൂടെ കൊടുക്കാം. ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് തെളിഞ്ഞു വരും. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ 3 ദിവസം ലൈവ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്കാൽപ്പർ അല്ലേ, ഇതിൽ കറക്റ്റായിട്ടൊരു എൻട്രി പ്രൈസും എക്സിറ്റും തീർച്ചയായിട്ടും അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് 5-10 പോയിന്റ് സ്കാൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൽ ഇന്നത്തെ ലൈവിൽ പ്രത്യേകം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പിയിലാണ് ഇന്ന് എൻട്രി എടുത്തത്. ഇന്ന് എൻട്രി എടുത്തത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 132-ലാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്ത്. അതായത് ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് അത് കാണിച്ചു തരാം. ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഈ ഒരു ഒറ്റ സെനാരിയോയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു, 136 ഓൾറെഡി 132 ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 190 എന്നുള്ള എൻ്റെ ഒരു ഡ്രീം ഏരിയ ആണ്. അവിടം വരെ ഞാനിത് ഹോൾഡ് ചെയ്യും. അത്രയും നേരം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് എക്സിറ്റ് ചെയ്താണ്. ഫസ്റ്റ് ടാർഗറ്റ് 180, അത് കഴിഞ്ഞിട്ട് 190 ആണ് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരിച്ചത്. അപ്പം അത് ആദ്യത്തെ ഈ ഒരു ഭാഗത്ത് 180 ടച്ച് ചെയ്യപ്പോൾ എക്സിറ്റായി. പിന്നെ അത് വീണ്ടും ബ്രേക്ക് ചെയ്താൽ നമ്മൾ 190 ഫൈനൽ ടാർഗറ്റിലേക്ക്, അത് 225 വരെ പോകാൻ, 190, 205 ഒക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഒറ്റ ക്യാൻഡിലിൻ്റെ ഹൈ കണ്ടാൽ മതി. 207 വരെ പോയിട്ടുണ്ട്. കറക്റ്റ് 205-ലാണ് റിജക്ഷൻ. അപ്പോൾ 190, ഒരു 15 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇന്ന് ചെയ്തത്. കാരണം ഈ ഒരു ക്രോസ് ഓവർ, അത് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ഇപ്പോൾ ക്രോസ് ഓവറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്തപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഇതിൻ്റെ ഹൈ എത്ര പോയെന്നറിയോ? 197.00. അപ്പോൾ നമ്മൾ 190 ഫൈനൽ ടാർഗറ്റ് പറഞ്ഞത്. അത് അവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം 3 വീഡിയോസ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ക്രോസ് ഓവർ ഈ ക്രോസ് ഓവർ വരെ 132 നിന്ന് ഏറെക്കുറെ 132 മൈനസ് 190 നമ്മൾ പറഞ്ഞ് 205 വരെ പോയിട്ടുണ്ട്. 58 പോയിൻ്റ്. അപ്പോൾ ഇന്ന് 58 പോയിൻ്റ്. അത് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് വീണ്ടും റീ എൻട്രി എടുത്തതാണ്. അപ്പോൾ 55 പോയിൻ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ 120 കിട്ടിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് 55 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഒരു മാസം ഫോക്കസ് ചെയ്യുന്നത് തന്നെ 250 പോയിൻ്റാണ് ഞാൻ ഈ ഒരു ലൈവ് വ്യൂവിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ക്ഷമയോടുകൂടി, കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറിൽ നിന്ന് അടുത്ത 15 മിനിറ്റ്സ് വരെയുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമെന്ന് പറയാറുള്ളത്. അപ്പോൾ ഒരു ക്രോസ് ഓവറിൽ എത്ര പോയിൻ്റ് കിട്ടി? 55 പോയിൻ്റ് കിട്ടി. പിന്നെ ഈ ക്രോസ് ഓവറിൽ ഡൗണിൽ എത്ര കിട്ടി? 120 പോയിൻ്റ് കിട്ടി. പിന്നെ
അടുത്ത ക്രോസ് ഓവറിൽ ഈ ക്രോസ് ഓവർ ഒരു 55 പോയിന്റ് കിട്ടി. അപ്പോൾ 3 ദിവസം 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ടാണ് ഹോൾഡ് ചെയ്താണ് ഈ പൊസിഷനിൽ മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. 30 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ആയിട്ടുമില്ല, ഒക്കെ ആവുന്നേ ഉള്ളൂ, ക്രോസ് ഓവർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ പറഞ്ഞ പോലെ അയ്യോ നിങ്ങൾ വരൂ, ഇത് പഠിക്കൂ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. കാരണം ഞാനിതിൽ 100% കോൺഫിഡൻ്റ് ആണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ഇപ്പോൾ 1 വർഷം മുമ്പൊക്കെ എന്നെ വിളിച്ച ആൾക്കാരൊക്കെ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഇത് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ഞാൻ ലോങ് ടൈമിലേക്ക് സാധാരണ 2 മിനിറ്റും 5 മിനിറ്റൊക്കെയാണ് നോക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ആളുകൾ താൻ സ്കാൽപ്പർ അല്ലേ എന്ന് ചോദിച്ചു. ലോങ് ഹോൾഡിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഹോൾഡിംഗ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നത് അനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് 15 മിനിറ്റ്സിൽ ലോങ് ഹോൾഡിംഗ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് തെളിവ് നിരത്താനായിട്ട് സാധിക്കത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ലോകത്തിലുള്ള എല്ലാവരെയും ട്രേഡിങ് പഠിപ്പിച്ച് ഒരു സക്സസ്സിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. അത് പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാവരും ട്രേഡർ ആവുക, ലോകത്തിലെല്ലാവരും ട്രേഡർ ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും വേണ്ട. അപ്പം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ട്രേഡിങ് എന്താണെന്ന് പോലും അറിയാത്ത ആളാണ് ഞാൻ. 1.5 വർഷം കൊണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിരുന്നത്. ഞാൻ ചിലപ്പോൾ ട്രേഡർ ആവണം, അല്ലെങ്കിൽ ഞാൻ കാരണം ഒരു 10 പേരെങ്കിൽ 10 പേരും വേണ്ട, എൻ്റെ കൂട്ടത്തിലുള്ള ലൈവില 7 പേര്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച് 200 പേര്, അവരിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവർ പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. കാരണം എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ച് തരണം എന്നുണ്ട്. പക്ഷെ അതിൽ അവരുടെ പേരും കാര്യങ്ങളൊക്കെ വരും, അവരുടെ നമ്പർ ചിലപ്പോൾ തെളിഞ്ഞു വരും. അപ്പോൾ അതങ്ങനെ ഒരു പബ്ലിസിറ്റി, അവരുടെ പ്രൈവസീനെ കോട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത ആളുകളുടെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാത്തത്. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പ്രൂവ് ചെയ്യാനും മാത്രം പ്ലേലിസ്റ്റിൽ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ സ്കെയിലിൽ ഡെവലപ്പായി ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല രീതിയിൽ ലോങ് ഹോൾഡിങ്ങിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? 2 മിനിറ്റിൽ 5ഉം 10ഉം സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ലോങ് ഹോൾഡ് ചെയ്ത് കാണിക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് ചെയ്യാനുള്ള ഒരു, എൻ്റെ ചാർട്ടിലെൻ്റെ വിശ്വാസം കൊണ്ട് എനിക്കത് ചെയ്യാനുള്ള ഒരു മെൻ്റൽ പവർ ഉണ്ടാക്കിയെടുക്കുകയും ഞാനത് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ആർക്കാ ബെനിഫിറ്റ്? നമ്മളെ വെല്ലുവിളിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ചെയ്യുന്ന ആളുകൾക്കോ തർക്കിക്കുന്ന ആളുകൾക്കല്ല അതിൻ്റെ ബെനിഫിറ്റ്. അത് ചെയ്ത് പ്രൂവ് ചെയ്ത് സക്സസ് ആക്കുന്ന എനിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. അവരോട് ദേഷ്യമോ അവരുടെ മുമ്പിൽ വിജയിച്ച് വലിയ ആളായി കാണിക്കണം എന്നുള്ള ഒരു അഹങ്കാരമല്ല. അതെനിക്കാണ് ബെനിഫിറ്റ്. എനിക്ക് നാളെ 1000 10 ലോട്ട് 20 ലോട്ട് 25 ലോട്ട് എടുത്തിട്ട് 15 മിനിറ്റിൽ 100 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മാസത്തിൽ 1 or 2 ട്രേഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്താൽ മതി, ഞാൻ സക്സസ് ആണ്. ബാക്കിയുള്ള 28 ദിവസം നമുക്ക് വെറുതെ ഇരിക്കാം. ഓക്കെ, വീക്കെൻഡ് ആയതുകൊണ്ടാട്ടോ കത്തി വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം കംപ്ലീറ്റ് സക്സസ് ആണ്. അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ അപ്ഗ്രേഡഡ് 44 പോയിൻ്റ്, ഇന്നത്തെ 44, അത് മേലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, 190 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. 44 പോയിൻ്റ് ഇന്നെടുത്തത്. അതിൽ പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. പിന്നെ ലൈവ് കഴിഞ്ഞ് ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ടെലഗ്രാം 120 പോയിൻ്റ് ഇന്നലത്തെ റൈഡ്. മിനിഞ്ഞാന്നത്തെ റൈഡും ഇവിടെ കാണണം. 54 പോയിൻ്റ് മിനിഞ്ഞാന്നത്തെ റൈഡ്. ഇതെല്ലാം 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ടുള്ള കളികളാട്ടോ, അല്ലാണ്ട് നമ്മൾ ഉള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. യാതൊരു വിധ നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ പക്കയാണ്, എൻ്റെ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. മാർക്കറ്റ് നിൽക്കുന്നത് ഒരു കൺസോളേഷൻ സോണാണ്. നമ്മൾ 3 സ്ഥലത്താണ് മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ലൈവിൽ പറഞ്ഞത്. ആ ഭാഗത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് നല്ല മാർക്കറ്റാണെന്ന് നോക്കി. 2 സ്റ്റെപ്പായിട്ടാണ്, തേയിലത്തോട്ടം പോലെയാണ് മൂന്നാറിൽ. വേറെ ഒന്നും വേണ്ട. അത് ഇവിടുത്തെ ക്രോസ് ഓവറിൽ നിന്ന് ഇന്നലെ എടുത്തു, ഏകദേശം
മേളിലൊരു ടിപ്പിൽ നമ്മൾ ഓൾറെഡി ഇറങ്ങിയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ക്രോസ് ഓവറിൽ നിന്ന് നോക്കിയേ, എന്ത് ഡീസൻ്റായിട്ടാണ് അടുത്ത ക്രോസ് ഓവറിലോ ഗ്രീനിലേക്ക് കയറുന്ന വരെയും കണ്ണും അടച്ച് ഒരു 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്തേ. ഇപ്പോൾ ഇതിൽ കൂടുതൽ ലൈവിൽ ഈ ക്രോസ് ഓവർ ഞാൻ ഇതുവരെ ലൈവിൽ കാണിച്ചിട്ടില്ല, അത്ര നേരം ഹോൾഡ് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 190 ഡ്രീം പ്രൊജക്റ്റാണ്, അവിടെ എത്തണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അത് 205 വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. 15 ഞാനല്ല, മാർക്കറ്റ് എത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് 1.5 വർഷമായിട്ട് ഈ ചാർട്ടും കണ്ട് ഉള്ള സ്കില്ല് ഡെവലപ്മെൻറ്റ്സ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ വ്യൂ എന്താണ് എന്ന് വെച്ച് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ 3 ദിവസത്തെ ട്രേഡ് മതി. ഈ മാസം ട്രേഡ് അടുത്ത ആഴ്ച ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 22,438 മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,517, അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 22,613. നിൽക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ആരോ വരച്ചിടാം, അതായിരിക്കും ബെറ്റർ. 22,337 അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 22,287. ഇന്നത്തെ ലൈവ് എല്ലാവരും കാണണം കേട്ടോ, വളരെ അടിപൊളി ലൈവാണ് ഇന്നത്തെ ലൈവ്. എന്തായാലും ഇതിൽ കൂടുതലൊരു റോങ് റൈഡിനെ പറ്റി പ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള പ്രൂഫൊന്നും നമ്മുടെ അടുത്തില്ല. താല്പര്യമുള്ളവർക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് അവരുടെ വഴിയെ സഞ്ചരിക്കാം, നോ പ്രോബ്ലം. ഇതാണപ്പോൾ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ പറയാനുള്ളത്, നമ്മളെവിടെയാണ് മാർക്കറ്റ് ഇവിടെ ഓപ്പണായി, അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഒന്നെങ്കിൽ മാർക്കറ്റ് 22,630, 22,550 അല്ലെങ്കിൽ 22,510. ഇവിടെ 3 സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കും മാർക്കറ്റ് ക്ലോസ് ആകാൻ പോകുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് 22,550 ബേസ് ചെയ്തിട്ട് തന്നെയാണ് കൺസോൾട്ടേഷൻ കീപ്പ് ചെയ്ത് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി നിൽക്കുന്ന 22,560 താഴത്തേക്ക് വരാതിരുന്നാൽ 22,630 22,680 ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ്. നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ടാണെങ്കിൽ നമുക്കതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിടാം. സോറി, 22,560 കീപ്പ് ചെയ്തുകൊണ്ട് ഡൗണിലേക്ക് വന്നാൽ 22,510, 22,440 അത്രയൊക്കെ നോക്കുന്നുള്ളൂ. ദെൻ സ്ട്രൈക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. സിയിൽ മെജോറിറ്റി മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ട്രൈക്കുകൾ, ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് 22,400 പിന്നെ 22,500, 22,600, 22,700. പിയുടെ കേസിൽ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് 22,500 പിന്നെ 22,400, 22,300, 22,200 പിന്നെ 22,100. ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് പറഞ്ഞതാണ്. എപ്പോഴും ഈ ലെവലിലുള്ള, അതായത് റേറ്റ് പ്രൈസ് കൂടിയതെടുത്താൽ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈസിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ നമുക്ക് ഡേ ക്യാൻഡിലിൽ മാർക്കറ്റ് എന്താ പറയണ്ട, കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ. ഒരു റീക്രോസ് ഓവർ വരുന്നുണ്ട്, അതായത് തിരിച്ചു മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മൺഡേ ഒരു ഹൈ ട്രെൻഡ് ആയിരിക്കും വരാനായിട്ടുള്ള ചാൻസസ്. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം എവിടെ ഓപ്പൺ ആയോ അവിടെ തന്നെ മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 22,208 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ ആവുള്ളൂ, അതർവൈസ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റീക്രോസ് ഓവർ വരുന്നുമുണ്ട്. വീക്കിലി ക്യാൻഡിലിൻ്റെ ബേസിൽ ഒരു പിൻ ബാർ സപ്പോർട്ടാണ് SMAയിൽ എടുത്തിരിക്കുന്നത്, അതൊരു പക്ക സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് RSI ഈ ഒരാഴ്ച കൂടെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം 22,434, 22,135, 22,733, 135നും 731 ഉള്ളിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 2-3 ആഴ്ച ചിലപ്പോൾ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവത്തുള്ളൂ.
22,135 താഴെ ഏതെങ്കിലും ഒരാഴ്ച ക്ലോസ് ചെയ്താൽ പിന്നെ 21,417 ഫാളാവും. ഈ ഒരു പിൻബാറിൻ്റെ ബേസാണ് സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പം നേരെ മറിച്ച് 22,731 മുകളിലേക്ക് പോയാൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്തൊരു മാസമൊക്കെ വെക്കേഷൻ മാസങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു പഠിക്കാനുള്ള താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കും. ഒരുപാട് പേര് റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നേരിട്ട് വിളിച്ച് സംസാരിക്കാതെ ആർക്കും ഞാൻ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായ കാര്യങ്ങളാണ്. നേരത്തെ എല്ലാവരെയും ചറ ആടിയുമായിരുന്നു. കാരണം ആളുകളെ കൂട്ടി ഗിന്നസ് ബുക്കിൽ കയറാനുള്ള താല്പര്യം എനിക്കില്ല. ഞാനിപ്പോൾ മാക്സിമം ലൈവൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തം ട്രേഡിങ്ങിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടി വരികയാണ്. നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവും തോറും നമുക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടി വരും. അപ്പോൾ പഠിക്കാൻ വരുന്നവർ പഠിക്കുക, ലൈവിലേക്കുള്ളവർക്ക് ലൈവിലേക്ക് ചെയ്യാം. പിന്നെ അത് ചെയ്ത് ശീലിച്ചത് കൊണ്ട് ഈ പറഞ്ഞ പോലെ രാവിലെ ഇരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മളിങ്ങനെ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഞാൻ ലൈവ് പറഞ്ഞു പോകുമ്പോൾ അത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് 5 പേരാണെങ്കിൽ 5 പേര് വെച്ചിട്ട് ഞാൻ ലൈവ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. മാക്സിമം ഒരു 21 മെമ്പേഴ്സിൻ്റെ ഒരു ടീം മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആൾ വരുമ്പോൾ മാറ്റി മറിച്ചൊക്കെ എടുക്കുക. എനിവേ ഓരോരുത്തർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനേക്കാളും ഉപരി ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. എൻ്റെ ലൈവിൽ വരണം അല്ലെങ്കിൽ എൻ്റെ ഒരു ചാർട്ട് റീഡിങ് പഠിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ സമയം പോലെ. ആ സമയമാകുമ്പോൾ ആളുകൾ വരാതിരിക്കാം, പോകാതിരിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ വലിയ കത്തിയായി. അപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ ലൈവ് മാക്സിമം കാണാനായിട്ട് നോക്കുക. അതൊരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്. 1 മണിക്കൂറുണ്ട്, 1.25 മണിക്കൂറൊക്കെ ഉണ്ട്, 2 പാർട്ടായിട്ടുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലൈവിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റിയിരിക്കും. അതിനെന്നാൽ കഴിയുന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ്, തയ്യാറാണ്. നേരിട്ട് വിളിക്കുക, പരിചയപ്പെടുക എന്നുള്ള കടമ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ക്ഷമയോടുകൂടി പഠിക്കുക. ഒരു ട്രേഡറും ഒരു രാത്രി കൊണ്ട് സക്സസ് ആയതല്ല. ഒരു സ്കില്ല് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആയിക്കൊള്ളും. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ തെറ്റ് തന്നെ നിങ്ങൾ സ്ഥിരം ചെയ്യുക. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. തെറ്റ് ചെയ്ത് മടുത്തിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ശരിയിലേക്ക് മാറും. അപ്പം എന്നുള്ള ഒരു അഡ്വൈസോട് കൂടി ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ലൈഫ് സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.